എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ്. റിലേഷനിലുള്ള ഓൾജിബ്രയിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ്. റിലേഷൻ മീൻസ് ടേബിൾ. അപ്പോൾ പല ടേബിളിൽ നിന്ന് നമുക്ക് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സെലക്ട് ഓപ്പറേഷൻ, പിന്നെ പ്രൊജക്റ്റ് ഓപ്പറേഷൻ, യൂണിയൻ ഓപ്പറേഷൻ, ഇൻ്റർസെക്ഷൻ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇത്രയും ഓപ്പറേഷൻസ് ആണുള്ളത്. ഇത് എസ് എ ക്വസ്റ്റിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ സെലക്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടേബിൾ, ഇപ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. ഇതിലെ കോളംസ് ആണ് എംപ്ലോയി ഐ ഡി, നെയിം, സാലറി. അതിന് റെക്കോർഡ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സെലക്ട് ഓപ്പറേഷൻ എന്തിനാണെന്ന് വെച്ചാൽ, സെലക്ട് റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾ അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ. ഇപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സിമ്പിളാണ് സിഗ്മ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരാണ്, ടു ഡിസ്പ്ലേ ഓൾ റെക്കോർഡ്സ് ഫ്രം എ ടേബിൾ എംപ്ലോയി ഹൂസ് സാലറി ഗ്രേറ്റർ ദാൻ 15,000. 15,000-നേക്കാളും എബോവ് സാലറി ഉള്ള എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ റെക്കോർഡ്സിനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് സിഗ്മ, സെലക്ട് ഓപ്പറേഷൻ. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, സിഗ്മ എന്ന് എഴുതിയിട്ട് കണ്ടീഷൻ താഴെ എഴുതാം, സാലറി ഗ്രേറ്റർ ദാൻ 50,000. അപ്പോൾ അതിങ്ങനെയാണ് എഴുതാം. ഇപ്പോൾ സിമ്പിൾ സിഗ്മ എന്നുള്ളത് ഇങ്ങനെ എഴുതാം, സിഗ്മ എന്നൊരു കണ്ടീഷൻ എഴുതുക. എന്നിട്ട് എംപ്ലോയി സിഗ്മ ടേബിളിൻ്റെ പേര് എംപ്ലോയി, എംപ്ലോയി എന്നുള്ളത് ടേബിളിൻ്റെ പേര് ഇവിടെ എഴുതുക, സിഗ്മ എംപ്ലോയി. പിന്നെ സാലറി ഗ്രേറ്റർ ദാൻ ആ കണ്ടീഷൻ എവിടെ എഴുതാമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, സിഗ്മ എംപ്ലോയി, ടേബിളിൻ്റെ പേര് ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക, സിഗ്മ എംപ്ലോയി. പിന്നെ കണ്ടീഷൻ നമുക്ക് സാലറി ഗ്രേറ്റർ ദാൻ 50,000. അപ്പോൾ സാലറി അവിടെ എഴുതുക, സാലറി ഗ്രേറ്റർ ദാൻ 50,000. കണ്ടീഷൻ താഴെ എഴുതുക, സാലറി ഗ്രേറ്റർ ദാൻ 50,000. ഈ കണ്ടീഷനോട് എഴുതുന്നു. ഇങ്ങനെയാണ് നമുക്ക് സെലക്ട് ഓപ്പറേഷൻ എഴുതുക. അപ്പോൾ എംപ്ലോയി ടേബിളിൻ്റെ പേരിവിടെ എഴുതുക, കണ്ടീഷൻ 50,000-ന് മേലെ സാലറി ഉള്ളത് ഇവിടെ ആരാ, ഈ റെക്കോർഡാണ്. അങ്ങനെയുള്ള റെക്കോർഡ് ഡിസ്പ്ലേ ചെയ്യും. റെക്കോർഡ്സ് പറഞ്ഞാൽ ഇറോ 102 ഹരി 70,000. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. പിന്നെ പ്രൊജക്റ്റ് ഓപ്പറേഷൻ ഉണ്ട്. പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, കോളംസ് ഡിസ്പ്ലേ ചെയ്യാൻ. സെലക്ട് ഓപ്പറേഷൻ റെക്കോർഡ്സിന് ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിൽ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ കോളംസ് ഡിസ്പ്ലേ ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് നെയിം ആൻഡ് സാലറി, ഒരു എംപ്ലോയി ടേബിളിൽ നിന്ന് നെയിമും സാലറിയും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്, പൈ എന്നാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ സിമ്പിൾ. ഇതുപോലെ തന്നെ നമ്മൾ ബ്രാക്കറ്റിൽ ടേബിളിൻ്റെ പേര് എഴുതും, ടേബിളിൻ്റെ പേര് എംപ്ലോയി. ഏത് ടേബിളിൽ നിന്നാണ് നമുക്ക് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ പേര് എഴുതുക. അതിനുശേഷം താഴെ നമുക്ക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ എഴുതുക. ഇപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, നെയിം ആൻഡ് സാലറി. അപ്പോൾ നെയിം സാലറി ഏതൊക്കെയാണ് കോളംസ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് താഴെ എഴുതാം. അപ്പം നെയ്യും കോമ സാലറി അത് ഇവിടെ എഴുതാം, നെയ്യും കോമ സാലറി എന്നുള്ളത് താഴെ എഴുതാം. ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. പൈ എന്ന് കൊടുത്തു, സൈഡിലെ എംപ്ലോയി ടേബിൾ, താഴെ നെയിം കോമ സാലറി. അപ്പോൾ നെയിമും സാലറി എംപ്ലോയി ടേബിളിൽ നിന്ന് ഈ 2 കോളംസ് മാത്രം, നെയിമും സാലറിയും മാത്രം ഡിസ്പ്ലേ ചെയ്താണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ഈ യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 ടേബിൾ. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ ഇവിടെ, ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് ഈ ടേബിളിൽ. ഈ രണ്ടും കളിക്കുന്നു, രണ്ടിലുമുള്ള എന്നുവെച്ചാൽ ക്രിക്കറ്റും ഫുട്ബോളും മൊത്തം ലിസ്റ്റ് എടുക്കുക. അപ്പോൾ അതിന് യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ ക്രിക്കറ്റ് യൂണിയൻ. അപ്പോൾ നമ്മൾ രണ്ടും ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഫുട്ബോളും കളിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ക്രിക്കറ്റ് ടേബിളിൽ എല്ലാവരും എഴുതുക, ശ്യാം 14, രാം 16, ബിനു 16, മൊത്തം ലിസ്റ്റ് എഴുതുക. അതിൻ്റെ താഴെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ എഴുതുക. അപ്പോൾ ശ്യാമും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ താഴെ നമുക്ക് ബാക്കിയുള്ളവർ ആദ്യത്തെ ഹരി. ഇത്രയാണ് ക്രിക്കറ്റിലും ഫുട്ബോളിലും കൂടിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ്. അപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ ലിസ്റ്റ് ഉണ്ടാക്കി, ഫുട്ബോൾ കളിക്കുന്ന ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ മൊത്തം സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ക്രിക്കറ്റിലെ കുട്ടികൾ എഴുതി, അതിൻ്റെ താഴെ ഫുട്ബോളിലെ കുട്ടികൾ എഴുതി. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഉള്ളത് നമ്മൾ ഒഴിവാക്കി. അതാണ് യൂണിയൻ ഓപ്പറേഷൻ. നമ്മൾ മാത്സിൽ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് യൂണിയനൊക്കെ, സെറ്റ്സ് പഠിക്കുമ്പോൾ. അപ്പോൾ യൂണിയനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയായിട്ടുള്ളത്, ഇപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു സെറ്റുണ്ട്, പിന്നെ വേറൊരു സെറ്റുണ്ട്.
ഇങ്ങനെ സെറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ടിലും ഉള്ളതാണ് എന്ത്, രണ്ട് സെറ്റിലും ഉള്ളതാണ് യൂണിയൻ, രണ്ടിലും ചേർന്നതാണ് യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടിലും കൂടെയുള്ളതാണ് യൂണിയൻ. അപ്പോൾ എല്ലാം മൊത്തത്തിലുള്ളതാണ് യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാത്തിലും കൂടെ എല്ലാം പെടും, എല്ലാ റെക്കോർഡ്സും പെടും. അതാണ് യൂണിയൻ ഓപ്പറേഷൻ. അതേസമയം ഇൻ്റർസെക്ഷൻ ഉണ്ട്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളിൽ കോമൺ ആയിട്ട്, ഇപ്പോൾ ഫുട്ബോൾ ടീമിൻ്റെ ലിസ്റ്റ് എടുത്തു, ക്രിക്കറ്റുകാരുടെ ലിസ്റ്റ് എടുത്തു. ഇനി ക്രിക്കറ്റും ഫുട്ബോളും രണ്ടിലും പെട്ടവർ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളവർ. അപ്പോൾ നോക്കി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാളെ, ശ്യാം മാത്രമാണ് ക്രിക്കറ്റിലും ഫുട്ബോളും ഉള്ളത്. അതാണ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ മാത്സിൽ പഠിക്കുമ്പോൾ എന്താ പറയുക, സെറ്റ്സ്, ഇതൊരു സെറ്റ്, പിന്നെ ഇത് വേറൊരു സെറ്റ്. അപ്പോൾ ഈ സെറ്റിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളവർ ഏതായിരിക്കും, ഈ ഇത്രയും പോർഷനുള്ളവർ അല്ല, ഈ പോർഷനുള്ളവരാണ് നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, രണ്ടും കളിക്കുന്നവർ. അതാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇത്രയും പേരാണ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ രണ്ടിലും പെട്ടവർ, അതാണ് ഇൻ്റർസെക്ഷൻ. പിന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളിലും, അപ്പം നമ്മൾ ഈ ടേബിളിലെ എല്ലാ റോയും ഈ ടേബിളിൽ എവരി റോ ഇൻ വൺ ടേബിൾ വിത്ത് എവരി റോ ഇൻ അനദർ ടേബിൾ. ഇപ്പോൾ ടീച്ചറുടെ മാൻ ലിസ്റ്റ്, അപ്പോൾ ശ്യാം എന്ന് പറഞ്ഞ ടീച്ചർ ഫിസിക്സ് എടുക്കുന്നു, ബിസ്മി എന്ന് പറഞ്ഞ ടീച്ചർ കെമിസ്ട്രി എടുക്കുന്നു. സ്റ്റുഡൻസ് ഇവർ രണ്ടുപേരാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഫിസിക്സ് ടീച്ചറും കെമിസ്ട്രി ടീച്ചറും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ശ്യാം ഫിസിക്സ് ആർക്ക് എടുക്കുന്നു, 1 വിനു. ശ്യാം ഫിസിക്സിന് 2 ആഗ്നസ്. അത് കഴിഞ്ഞ് ബിസ്മി കെമിസ്ട്രി ആർക്ക് എടുക്കുന്നു, 1 വിനു. ബിസ്മി കെമിസ്ട്രി 2 ആഗ്നസ്. അല്ല, ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻസ്, നമുക്ക് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. റെക്കോർഡ്സ് സെലക്ട് ചെയ്യാൻ സെലക്ട് ഓപ്പറേഷൻ, റെക്കോർഡ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ സെലക്ട് ഓപ്പറേഷൻ, സിമ്പിൾ സിഗ്മ, കോളംസ്, ഒരു ടേബിളിലെ കോളംസ് ഡിസ്പ്ലേ ചെയ്യാൻ പ്രൊജക്റ്റ് ഓപ്പറേഷൻ, സിമ്പിൾ പൈ, പിന്നെ യൂണിയൻ ഓപ്പറേഷൻ രണ്ടിലും ഉള്ള റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യാൻ അത് ഇതാണ് സിമ്പിൾ. പിന്നെ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ രണ്ട് ടേബിളിൽ കോമൺ ആയിട്ടുള്ള റെക്കോർഡ്സിന് ഡിസ്പ്ലേ ചെയ്യുക, ഇത് എഴുതുക. പിന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഇതാണ് ഔട്ട്പുട്ട്. ഇത്രയാണ് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ്. എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക, എക്സാമിന് എഴുതുക. പിന്നെ അടുത്തത് ഞാൻ വേറൊരു HTML വേറൊരു ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം.